ഹലോ എവ്രി വൺ. നമുക്കിനി നമ്മുടെ ഡൈനാമിക് ടാസ്ക്, നമ്മുടെ ടാസ്ക് മന്ത്രയിലെ ഡൈനാമിക് ടാസ്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമ്മുടെ പാസ്വേഡും യൂസർ നെയിമും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലി ക്വിസ് അറ്റൻഡ് ചെയ്ത്, അതായത് ക്വിസ് മാനിയ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻ്റർഫേസ് ആണിത്. നമുക്ക് സെക്കൻഡായിട്ട് കാണുന്ന ഡൈനാമിക് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് സ്പെല്ലിങ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള സ്പെല്ലിങ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇമേജ് കണ്ടുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള സ്പെല്ലിങ്, ഇപ്പോൾ ഈ ഇമേജ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് വെജിറ്റബിൾ ആണ് നമുക്ക് വന്നിട്ടേക്കുന്നുള്ള അല്ലേ. അപ്പോൾ സ്പെല്ലിങ് നമുക്കിവിടെ പകുതി എഴുതി വരും, പകുതി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈമർ ഓടുന്നുണ്ട്, അപ്പോൾ ആ ടൈമർ ഓടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. അപ്പോൾ കോളിഫ്ലവർ ആണ്, CAULIFLOWER. ഇതാണ് ഇതിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. കഴിഞ്ഞപ്പോൾ നമുക്ക് 30 പോയിൻറ്റ്സ് അവിടെ കിട്ടി. അപ്പോൾ ഡൈനാമിക് ടാസ്കിനകത്തിൽ നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യമേ ഇതിനകത്തിൽ വരുന്ന ഫ്ലവേഴ്സോ ഫ്രൂട്ട്സോ എല്ലാം കൂടെ മിക്സ്ഡ് കാറ്റഗറിയിലായിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പോൾ ഒരു വെജിറ്റബിളിൻ്റെ വന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നെക്സ്റ്റ് വരുന്നത് അതിനകത്തുള്ള ഫ്ലവേഴ്സിൻ്റെ ആയിരിക്കും, ചിലപ്പം വരുന്നത് ബോഡി പാർട്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ആയിരിക്കും കാറ്റഗറീസ് നമുക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തിൽ പോയിൻറ്റ്സ് കിട്ടുന്നത് 5 to 50 വരെ നമുക്ക് പോയിൻറ്റ്സ് കിട്ടാം. നമ്മൾ കറക്റ്റായിട്ട് അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 to 50 വരെയുള്ള പോയിൻറ്റ്സ് കിട്ടാം എന്നുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യമേ നമ്മൾ ലേൺ ആൻഡ് ഡൺ എന്നുള്ള ടാസ്ക് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക. അതിനകത്തിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള നമ്മളെല്ലാം കണ്ടൻറ്റ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടാസ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയത്തില്ല, ഇതിനകത്തിൽ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റീഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരും. ബട്ട് ആ ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നു, ടൈമർ ഓടി, അതിന് നമ്മൾ ഒരു ആൻസറും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് നമുക്ക് അവിടെ മിസ്സായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഇതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇപ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഇതിനകത്ത് കുറച്ച് കണ്ടൻറ്റ് ഫോർ ദ ടൈം ബീങ് നമുക്കിവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സാമ്പിളായിട്ട് നമുക്കിവിടെ കുറച്ച് കണ്ടൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടൻറ്റ് തീർന്നു കഴിയുമ്പം നമ്മുടെ ഡൈനാമിക് ടാസ്ക് നമുക്കവിടെ സ്റ്റോപ്പ് ആവും. വീണ്ടും അത് റീഓപ്പൺ ആയിട്ട് വരും. നമ്മൾ എപ്പോഴാണോ നമ്മുടെ പുതിയ സൈറ്റ് അല്ലെങ്കിൽ പുതിയ ടാസ്കിൻ്റെ ആപ്പ് ഓപ്പണായി വരുന്നത്, നമ്മുടെ ടാസ്ക് മന്ത്രയുടെ ആപ്പ് ഓപ്പണായി വരുന്നത് എന്നാണോ അന്നേരം നമുക്ക് വീണ്ടും ഇത് തിരിച്ച് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കത് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അന്നേരം ഇപ്പോൾ കാണുന്ന ഇമേജസ് മാത്രമല്ല, പുതിയതും നമുക്ക് കുറച്ചൊക്കെ ആഡായിട്ട് വരും. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ലേൺ ആൻഡ് ഡൺ പഠിച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടാസ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും പോയിൻറ്റ്സ് ലൂസ് ചെയ്യില്ല. നമുക്കെല്ലാം നല്ല രീതിയിൽ ആൻസേഴ്സ് കൊടുക്കാൻ പറ്റും, നല്ല പോയിൻറ്റ്സ് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡൈനാമിക് ടാസ്ക്. ഇനി ഈ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഹിസ്റ്ററി നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ ടാസ്ക് ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡൈനാമിക് ടാസ്കിൻ്റെ ഹിസ്റ്ററിക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ഡേറ്റ് വൈസ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് വൈസ് ഇവിടെ കാണുന്നുണ്ട്. നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഡേറ്റ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്തേ അതിൻ്റെ ആൻസർ എത്രയായിരുന്നു, കറക്റ്റ് പോയിൻ്റാണോ നമുക്ക് കിട്ടിയെന്നെല്ലാം നമുക്കവിടെ നോക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് മന്ത് എൻഡ് ആകുമ്പോഴാണ് നമുക്ക് ലേൺ ആൻഡ് ഡണിൻ്റെയും ഡൈനാമിക്കിൻ്റെയൊക്കെ ഡൈനാമിക്കും ഇത് രണ്ടിൻ്റെയും നമുക്ക് മൊത്തം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മന്ത് എൻഡ് ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് അവിടെ ഡാഷ്ബോർഡിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം നമ്മൾ എത്ര ചെയ്തു എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണിത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളൊക്കെ പഠിച്ചിട്ട് ഇതിനകത്തുള്ള ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോയിൻറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ ഏർണിങ്സും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.